അതിനുശേഷം ഇപ്പൊ ഇവള് തിരിച്ചു വർക്കിന് കയറിയിരിക്കാണ്. അപ്പോ യൂലിങ് അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഷൂയി അവിടെ കണ്ട്, ഓ നീ തിരിച്ചെത്തിയോ? ഇവള് വന്ന ഉടനെ തന്നെ ഒരു ഇന്റർവ്യൂ നടത്തിയ കാര്യവും യൂലിങ് അറിഞ്ഞു. പക്ഷെ അത് ആരുമായിട്ടാണ് എന്ന് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നീ പ്രണയത്തില് നിർഭാഗ്യവതി ആണെങ്കിലും വർക്കിന്റെ കാര്യത്തില് വലിയ ഭാഗ്യവതിയാ എന്ന് പറഞ്ഞ് കളിയാക്കി പോവാൻ തുടങ്ങുമ്പോൾ ചീഫ് യൂലിങ്ങിനോട് ഓഫീസിലേക്ക് വരാനായിട്ട് പറഞ്ഞു വിളിക്കുന്നു. അപ്പോ ഹോങ്ങും ഇപ്പോഴാണ് ഇവള് അടുത്ത ഇന്റർവ്യൂ നടത്തിയ കാര്യം അറിയുന്നത്. പക്ഷെ അത് ഗുവാൻ ചെന്നുമായിട്ടായിരുന്നു എന്ന് അറിഞ്ഞ് ഇവളും ഭയങ്കരമായിട്ട് ഷോക്കാവുന്നു. കാരണം അത് ആർക്കും കിട്ടാത്ത ഓപ്പർച്യൂണിറ്റി ആയിരുന്നല്ലോ. അപ്പോ ഇവളെ ചീഫ് വിളിച്ചിട്ട് പറയുന്നത് ഈ മാസം ഇവൾക്ക് ഫ്രണ്ട് പേജ് കിട്ടില്ല എന്നാണ്. അപ്പൊ ഇവൾക്ക് ഭ്രാന്ത് പിടിക്കാണ്. ഞാൻ എത്ര കഷ്ടപ്പെട്ട ആ 3 വൈസ് പ്രസിഡന്റുമാരുടെ ഇന്റർവ്യൂ ഒപ്പിച്ചത്, ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും എന്ന് പറയുമ്പോ ചീഫ്, നീ ഇപ്പോഴും അവരുമായിട്ടുള്ള ഇന്റർവ്യൂ കംപ്ലീറ്റ് പോലും ചെയ്തിട്ടില്ല. പക്ഷെ ഷൂയി അവളെ ഇന്റർവ്യൂയും കഴിഞ്ഞ് ഡ്രാഫ്റ്റും സബ്മിറ്റ് ചെയ്തു. മിസ്റ്റർ ഗുവാൻ ചെന്നുമായിട്ടുള്ളത് അദ്ദേഹത്തെ പോലെ ഒരാളുടെ ഇന്റർവ്യൂ കണ്ടന്റ് ആണോ അതോ 3 ബാങ്ക് വൈസ് പ്രസിഡന്റുമാരുടെ കണ്ടന്റ് ആണോ ഫ്രണ്ട് പേജിൽ കൊടുക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോ ഇവള്, ഇല്ല, ഇത് ഞാൻ വിശ്വസിക്കില്ല. അദ്ദേഹം വർഷങ്ങളായിട്ട് ആർക്കും തന്നെ ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാ അതിപ്പോ ഇവൾക്ക് കിട്ടുന്നത്? അവൾ എന്തോ തരികിട ഒപ്പിച്ചതാണ്, മാഡം ഒന്ന് ചെക്ക് ചെയ്യണം എന്ന് പറയുമ്പോ ഇവര്, നീ പറയുന്ന പോലെയൊന്നും അല്ല, അത് ഒറിജിനൽ തന്നെയാണ്, ഫേസ് ടു ഫേസ് ഉള്ള ഇന്റർവ്യൂ ആണ്, ഞാൻ ചെക്ക് ചെയ്തതാണ്, ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോ ഇവള്, അയാളെ പോലെ ഒരു വ്യക്തിയെ ഇവൾ എന്ത് കൊടുത്താ മയക്കിയത്? അല്ലെങ്കിലും ഇവള് ഇങ്ങനെയുള്ളവരെയൊക്കെ കയ്യിലെടുക്കാൻ നല്ല മിടിക്കുക എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ ചീഫ്, ഷോയി നിന്നോടൊപ്പം ജോലി ചെയ്യുന്ന ഒരു കൊളീഗാണ്, അതുപോലെ തന്നെ മിസ്റ്റർ ചെന്നിനെ എനിക്ക് നേരിട്ടറിയാം, അദ്ദേഹം അങ്ങനത്തെ ഒരു വ്യക്തിയൊന്നും അല്ല, സൂക്ഷിച്ച് സംസാരിക്കണം എന്ന് പറയുമ്പോ ഇവളും ശരി എന്ന് പറഞ്ഞ് നല്ല കലിപ്പില് അവിടെ നിന്ന് ഇറങ്ങുന്നു. എന്നിട്ട് നേരെ ഷൂയോട് വന്ന്, അല്ല എന്താ നിന്റെ ഉദ്ദേശം? നീ എന്ത് കൊടുത്തിട്ടാ, എത്ര പൈസ കൊടുത്തിട്ടാ ഗുവാൻ ചെന്നുമായിട്ടുള്ള ഇന്റർവ്യൂ ഒപ്പിച്ചെടുത്തത് എന്ന് ചോദിക്കുമ്പോ, ഞാനൊരു പൈസയും കൊടുത്തിട്ടില്ല, ഇതെന്റെ ലക്ക് തന്നെയാണെന്ന് നീയല്ലേ കുറച്ചു മുന്നേ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോ യൂലിങ്, എന്ത് ലക്കാടി, അയാളെ പോലൊരു വ്യക്തി വർഷങ്ങളായിട്ട് മീഡിയയുടെ മുന്നിൽ വന്നിട്ടില്ല, പിന്നെ നിനക്ക് മാത്രം എങ്ങനെയാ ആ ലക്ക് കിട്ടിയത്? നിന്റെ സൗന്ദര്യം കൊണ്ടാണോ അതോ ഡ്രസ്സിംഗ് സ്റ്റൈല് കൊണ്ടാണോ അയാളെ വശീകരിച്ച് കയ്യിലെടുത്തത് എന്ന് ചോദിക്കുമ്പോ എല്ലാവരും അത് കേട്ട് പിറുവിറുക്കാനായിട്ട് തുടങ്ങുന്നു. വളരെ ചീപ്പായിട്ടാണല്ലോ ഇവളിപ്പോ സംസാരിക്കുന്നത്. അപ്പോ ഷൂയി എഴുന്നേറ്റ് യൂലിങ്ങിനോട്, ഞാൻ അങ്ങനെ എന്റെ സൗന്ദര്യം നേരെ ചൊവ്വെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നീ ഇന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു, അത് നിനക്കും അറിയാലോ. നിനക്ക് ആരെങ്കിലും ഇന്റർവ്യൂ തരുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ച് ഇവളുടെ വാ അടപ്പിക്കുന്നു. യൂലിങ്ങിനും ഒന്നും പറയാൻ സാധിക്കുന്നില്ല. അപ്പോഴേക്കും ചീഫ് അങ്ങോട്ടേക്ക് വന്ന്, ഇവിടെ എല്ലാരും എന്ത് കാഴ്ച കാണാൻ നിൽക്കാം, പോയി അവരുടെ ജോലി നോക്കാൻ ഇട്ട് പറയുന്നു. എന്നിട്ട് ഷൂയെ ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നു. അപ്പോ ഇവളെ വിളിപ്പിക്കുന്നത് ഷിയാൻ ഇവൾക്ക് ഇന്റർവ്യൂ കൊടുക്കാം എന്ന് സമ്മതിച്ചിരുന്നല്ലോ. അത് ഇവൾക്ക് അവളുടെ ഈ ന്യൂസ് ലെറ്ററിന് വേണ്ടിയിട്ടാണ്. അവന്റെ ആ ഒരു കണ്ടന്റ് വെച്ച് തന്നെ ഫസ്റ്റ് റിലീസ് ചെയ്യാം എന്നാണ് ഇവള് തീരുമാനിച്ചിട്ടുള്ളത്. സോ അതിന് ഷിയാൻ സമ്മതിച്ചോ എന്ന് ചോദിക്കാനാണ് ഇവരിപ്പോ വിളിച്ചത്. അവൻ സമ്മതിച്ചു എന്ന് പറയുമ്പോ ഇവർക്കും അത് വലിയൊരു അതിശയം തന്നെയാണ്. സോ എന്തായാലും നടക്കട്ടെ, ഞാൻ എന്തായാലും നമ്മുടെ ലീഡറിനോട് സംസാരിക്കാം, എത്രയും പെട്ടെന്ന് കാര്യങ്ങളെ വേഗത്തിലാക്കാൻ നോക്കാം എന്ന് പറഞ്ഞ് ഇവളെ പറഞ്ഞിരുന്നു. ഇവൾക്കും അത് കേട്ട് വളരെ സന്തോഷമാവുന്നു. അതുകൊണ്ട് തന്നെ ഇവള് ഷിയാനോട് താങ്ക്സ് പറയുന്നു. അല്ല, ഞാനിങ്ങനെ താങ്ക്സ് മാത്രം അയച്ചാല് അയാൾക്ക് കാര്യം മനസ്സിലാവോ? എന്തായാലും ഇങ്ങോട്ട് ചോദിക്കട്ടെ, അപ്പൊ വിശദമായിട്ട് പറയാം എന്ന് പറഞ്ഞ് ഇവള് കുറെ സമയം അവന്റെ മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പക്ഷെ ഷിയാന്റെ ഭാഗത്ത് നിന്ന് ഒരു മെസ്സേജും ഇല്ല. അതുകൊണ്ട് തന്നെ ഇവള് കുറെ സ്റ്റിക്കർ അങ്ങോട്ടേക്ക് അയക്കുന്നു. അപ്പോ അവനും ബിസിയാണ് എന്ന് പറഞ്ഞ് അയക്കുമ്പോ, എന്റെ ഒരു നന്ദി സൂചകമായിട്ട് ഞാനൊരു ഡിന്നർ തരാം, എപ്പോഴാ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഇവരെല്ലാരും ഒരുമിച്ചാണ് ഉള്ളത്. ഷിയുവിന്റെ അമ്മയും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ അമ്മ ഷിയുവിനോട്, അല്ല നിന്റെ വർക്കൊക്കെ എങ്ങനെ പോകുന്നു, നീ അതുമായിട്ട് പൊരുത്തപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോ ഇവളും, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഓക്കെയാണ്, നന്നായിട്ട് പോകുന്നു, എങ്കിലും ഒരുപാട് ജോലിയുണ്ട്. പക്ഷെ ഇന്നൊരു രസകരമായിട്ടുള്ള സംഭവം ഉണ്ടായി അമ്മേ, അമ്മയ്ക്ക് ഓർമ്മയില്ലേ അന്ന് അമ്മയുടെ ഷോയിലേക്ക് എന്നെ ക്ഷണിച്ച എന്റെ ലീഡർ ഷൂയി എന്ന് പറയുമ്പോ അത് ഷിയാനും കേൾക്കുന്നുണ്ട്. പുള്ളിക്കാരെ അങ്കിൾ ചെന്നുമായിട്ടുള്ള ഇന്റർവ്യൂ എടുത്തു, അത് ചീഫിനും വളരെ ഇഷ്ടപ്പെട്ടു, അവർക്ക് തന്നെ ഫ്രണ്ട് പേജും കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ അങ്കിളുമായിട്ട് പുള്ളിക്കാരിക്ക് എങ്ങനെ കണക്ഷൻ കിട്ടിയെന്നൊന്നും എനിക്കറിയില്ല. എന്നാൽ അവിടുത്തെ മറ്റൊരു സ്റ്റാഫായിട്ടുള്ള യൂലിങ്ങിന് അത് തീരെ പിടിച്ചില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഷോയിക്ക് ആ ഒരു ഇന്റർവ്യൂ കിട്ടിയത് പുള്ളിക്കാരിയുടെ സൗന്ദര്യം കൊണ്ടാണ്, പുള്ളിക്കാരി അങ്കിളിനെ വളച്ചെടുത്തതാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണകെടുത്തി സംസാരിച്ചു. എന്ത് മോശമാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവളുടെ അമ്മയും, അതെ അങ്ങനെയൊന്നും ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു, അതൊരു ലക്കാണ് എങ്കിൽ പോലും അതിൽ ആ കുട്ടിയുടെ സ്ട്രെങ്തിനും വലിയ പങ്കുണ്ട് എന്ന് പറയുമ്പോ, അതൊന്നും അല്ല അമ്മയെ ട്വിസ്റ്റ്, പുള്ളിക്കാരി അങ്ങനെ പറഞ്ഞപ്പോ ഷോയി എന്താ അവരോട് പറഞ്ഞതെന്ന് അറിയോ, ഞാൻ അങ്ങനെ എന്റെ സൗന്ദര്യം ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നീ ഇവിടെ ഇങ്ങനെ നിന്ന് എന്നോട് സംസാരിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞ് അവരുടെ വാടപ്പിച്ചത്. അവർക്ക് പിന്നെ ഒരു അക്ഷരം മിണ്ടാൻ പോലും പറ്റിയിട്ടില്ല. എന്തൊരു ബോൾഡ് ആണല്ലേ എന്ന് പറയുമ്പോ ഷിയാനും അത് കേട്ടിച്ചിരിക്കുന്നു. അപ്പോ ഇവള്, പുള്ളിക്കാരിക്ക് അങ്ങനെ സൗന്ദര്യം കൊണ്ട് ആരുടെയും പിറകെ നടക്കേണ്ട കാര്യമൊന്നുമില്ല, ദിവസേന തന്നെ അവരുടെ പിറകെ എത്ര പേരാ നടക്കുന്നത്, ഞാനും കാണുന്നതല്ലേ എന്ന് പറയുമ്പോ ഇവിടെ ഇവന് നല്ല ജലസാവാണ്.
അതുകൊണ്ട് തന്നെ ഷിയു അങ്ങനെ ഷൂയിയുടെ കാര്യം സംസാരിക്കുമ്പോൾ ഷിയാൻ നീ കഴിച്ചു തീർന്നെങ്കിൽ വീമ്പ് പറയാതെ എഴുന്നേറ്റ് പോകാനായിട്ട് പറയുന്നു. അതിനുശേഷമാണ് ഇവൻ ഷൂയി അയച്ച ആ ഒരു മെസ്സേജ് കാണുന്നത് എപ്പോ ഫ്രീ ആവും എന്ന് ചോദിച്ചത്. അപ്പോ ഇവനും ഒന്ന് ആലോചിച്ചിട്ട് താൻ ഈ വീക്കെൻഡ് ഫ്രീ ആണ് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവള് അവനോടൊപ്പം ഫുഡ് കഴിക്കാൻ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും പുറത്താരോ വരുന്നത് കൊണ്ട് തന്നെ ഇവള് പോയി ഡോർ തുറക്കുന്നു. അത് മറ്റാരും ആയിരുന്നില്ല, ഇവളുടെ അമ്മയായിരുന്നു. ഇവളോട് പറയാതെയാണ് ഇപ്പൊ ഇവര് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. അല്ല അമ്മ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോ അവര് ഇവളെയും കൂട്ടി ഇപ്പോ യു ആയിട്ട് ഫുഡ് കഴിക്കാൻ എത്തിയിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞിട്ട് വന്നാല് ഇവള് എന്തായാലും ഒഴിഞ്ഞു മാറുമെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അമ്മ ഇവര് രണ്ടുപേരും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ യുവിനോട് മോനെ ഇവള് നിന്നെ കാണാൻ വരുന്നത് കൊണ്ടാ ഇത്രയും നന്നായിട്ട് ഡ്രസ്സൊക്കെ ചെയ്തത് എന്ന് പറയുമ്പോ യു ഒന്നും പറയുന്നില്ല. അവൻ അറിയാലോ ഈ അമ്മമാരുടെ സ്വഭാവം. മാത്രമല്ല അമ്മ യുവിനെ വളരെ പൊക്കിയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ നല്ല സ്മാർട്ടാണ്, അനുസരണയുള്ള കുട്ടിയാണ്, നല്ല ജോലിയുണ്ട്, ഹാൻസം ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇവൾക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങി ഓടിയാൽ മതി, ഷിയാനോടൊപ്പം പോവേണ്ടതാണല്ലോ. സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഷിയോന് ഇപ്പോ യുവിന്റെ നമ്പർ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇവന് മെസ്സേജ് അയച്ച് ലേറ്റസ്റ്റ് ഒരു റൊമാൻറ്റിക് മൂവിയുടെ കാര്യം പറഞ്ഞിട്ട് അത് വളരെ നന്നായിട്ടുണ്ടെന്ന റിവ്യൂ പറയുന്നത്. ഫ്രീ ആണോ, നമുക്ക് ആ മൂവി കാണാൻ പോയാലോ എന്ന് ചോദിച്ച് മെസ്സേജ് അയക്കുന്നു. അപ്പോ യു അതിനുള്ള റിപ്ലൈ ആയിട്ട് ഇല്ല ഞാൻ ഫ്രീ അല്ല, വേറെ കുറച്ച് കാര്യങ്ങളിലാണ് എന്ന് പറഞ്ഞ് അയക്കുന്നു. പക്ഷെ ഇവൾക്ക് ഷിയാനുമായിട്ടുള്ള ആ ഒരു ഡിന്നർ കോളോ ആവോ എന്ന് ഓർത്ത് നല്ല സാഡ് ആയിട്ടിരിക്കുകയാണ്. ഷിയോന് യു അങ്ങനെ മെസ്സേജ് അയച്ചതുകൊണ്ട് തന്നെ ഇവൾക്ക് നല്ല നിരാശയാവുന്നു. ഇവൾ ഓൾറെഡി തന്നെ 2 ടിക്കറ്റ് എടുത്തു വെച്ചിരിക്കുകയാണ്. സോ ഇവള് ഷോയ്ക്ക് മെസ്സേജ് അയച്ചു നമുക്ക് ഈ ഒരു മൂവിക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോ ഇവളും താൻ ഫ്രീ അല്ല, ഇപ്പോ ബിസിയാണ്, അമ്മയോടൊപ്പമാണ് എന്ന് പറയുന്നു. ഇവളാണെങ്കിൽ ഈ ഫുഡ് കഴിച്ചിട്ട് എത്രയും പെട്ടെന്ന് അമ്മയും കൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അമ്മ ഇപ്പോഴൊന്നും പോകുന്ന ലക്ഷണമേ ഇല്ല. ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് ചേർക്കാനാണല്ലോ അവരെത്തിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഷിയാനാണെങ്കിൽ ഒന്നും അറിയാതെ ഷോയോടൊപ്പം പോകാനുള്ള ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അപ്പോഴാണ് ഷോയി മെസ്സേജ് അയച്ച് സോറി എന്റെ അമ്മ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്, പുള്ളിക്കാരിയോടൊപ്പം ഇന്ന് ചെലവിട്ടേ പറ്റൂ, നമുക്ക് മറ്റൊരു ദിവസം പോവാം എന്ന് പറഞ്ഞ് അയക്കുമ്പോ ഇവനും സാഡ് ആവുന്നു. എടുത്ത ഡ്രസ്സൊക്കെ അതുപോലെ തന്നെ ഷെൽഫിൽ തിരിച്ചു കയറ്റുന്നു. അപ്പൊ അമ്മ ഇവരെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് 2 ടിക്കറ്റ് എടുത്ത് ഒരു സിനിമ കാണാനായിട്ട് പറഞ്ഞു വിടുന്നു. ഒരു റൊമാൻറ്റിക് ഫിലിം തന്നെയാണ് ഇവർക്ക് രണ്ടുപേർക്കും കാണാനായിട്ട് കൊടുക്കുന്നത്. യോവിന് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷെ അവന് നോ പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവര് രണ്ടുപേരും ഇപ്പൊ ആ ഒരു മൂവി കാണാനായിട്ട് കയറിയിരിക്കുകയാണ്. പക്ഷെ ഷോയി ഇരുന്ന് ഉറങ്ങി തട്ടാണ്. ഇവള് കയറുന്നതിന് മുന്നേ ആ ഒരു മൂവിയുടെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ എടുത്ത് സ്റ്റാറ്റസ് ഇട്ട് എന്റെ അമ്മയുടെ ഗിഫ്റ്റ് ആണ് എന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അത് ഷിയാൻ കണ്ടിട്ട് നീ അമ്മയോടൊപ്പമാണോ മൂവി കാണുന്നത് എന്ന് ചോദിക്കുമ്പോ യു ആണ് ഇവളോടൊപ്പം ഉള്ളത്. പക്ഷെ അവൾക്കത് പറയാൻ പറ്റില്ലല്ലോ, പറഞ്ഞാല് അവൻ വേറൊരു രീതിയിലായിരിക്കും അത് എടുക്കാൻ പോകുന്നത്. സോ ഇവള് അതെ എന്ന് തന്നെ പറയുന്നു. അപ്പൊ യുവിനാണെങ്കിൽ ഷിയു മെസ്സേജ് അയച്ച് അവൾ ആ ഒരു സിനിമ കാണാൻ എത്തിയിട്ടുണ്ട്. ആ ഒരു സിനിമയുടെ ഹോൾ സ്റ്റോറി ലൈവായിട്ട് ഇവന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അങ്ങനെ നടക്കുന്നു ഇങ്ങനെ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് അവള് ഈ സിനിമയുടെ ടിക്കറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. സോ ഇവനിപ്പോ ഉള്ള അതേ തിയേറ്ററിലാണ് അവളും വന്നിട്ടുള്ളതെന്ന് ഇവന് മനസ്സിലാവുന്നു. ഇവൻ അവളെ ചുറ്റും നോക്കുന്ന സമയത്ത് കറക്റ്റ് അവിടെ കാണുകയും ചെയ്യുന്നു. ഓരോ സീനും കണ്ടിട്ട് ഇവന് ടെക്സ്റ്റ് അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അവൾ ഇവനെ കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോ ആ ഒരു മൂവി കഴിഞ്ഞ് ഇവര് പോവാൻ തുടങ്ങുമ്പോഴേക്കും ഷോയി അവിടെ ഷിയുവിനെ കാണുന്നു. ഷോയി അവളുടെ അമ്മയോടൊപ്പമാണ് ഉള്ളത് എന്നാണല്ലോ ഷിയുവിനോട് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവളെ കാണണ്ട എന്ന് കരുതി യുവിന്റെ മറകില് ഒളിക്കുന്നു. എന്നിട്ട് ഇവനോട് ഞാൻ ഇവിടുന്ന് പോവാണ്, അമ്മ വല്ലതും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ബിസി ആയതുകൊണ്ട് പോയതാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവള് അവിടുത്തെ രക്ഷപ്പെടുന്നു. അതിനുശേഷം ഷിയുവും അവിടെ നിന്ന് പോവാൻ തുടങ്ങുമ്പോഴേക്കും ഇവര് രണ്ടുപേരും കണ്ടുമുട്ടുന്നു. അതുകൊണ്ട് തന്നെ യുവിനോട് ചെന്ന് അല്ല ബിസിയാണെന്ന് പറഞ്ഞിട്ട് സിനിമ കാണാൻ വന്നതാണോ എന്ന് ചോദിക്കുമ്പോ ഇവനും അതെ എന്ന് പറയുന്നു. അപ്പോ ഇവളും ഇവന്റെ കൂടെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് നോക്കുന്ന സമയത്ത് ആരെയും നോക്കണ്ട, ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് എന്ന് യു പറയുമ്പോ ഷിയോ ഒറ്റയ്ക്കിരുന്ന സിനിമ കാണുന്നത് ബോറല്ലേ, എന്നെ വിളിച്ചൂലായിരുന്നോ എന്ന് ചോദിച്ചിട്ട് എന്തായാലും നമുക്ക് മറ്റൊരു ദിവസം ഒരുമിച്ച് വരാം, അല്ല ഡ്രൈവ് ചെയ്താണോ വന്നത് എന്ന് ചോദിക്കുമ്പോ ഇവനും അതെ എന്ന് പറയുമ്പോ ഇവള് ഒരുപാട് ലേറ്റ് ആയി, ടാക്സി ഒക്കെ കിട്ടാൻ പാടായിരിക്കും, എന്നെ കൂടെ ഡ്രോപ്പ് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോ ഇവന് നോ പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവളിപ്പോ ഇവന്റെ വണ്ടിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഇവള് ഇവനോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണല്ലോ. സോ അതിനുവേണ്ടി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി ഏതാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് അവനൊരു മൂവി പറയുന്നു. അപ്പോ ഇവളും അത് എനിക്കും വളരെ ഇഷ്ടപ്പെട്ട മൂവിയാ, ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവളത് കണ്ടിട്ടുമില്ല, ആ പേര് പോലും കേട്ടിട്ടില്ല. ഓ ഇവള് പെട്ടെന്ന് തന്നെ അതിനെ പറ്റിയുള്ള കാര്യങ്ങളിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഇവനോട് വലിയ അറിവുള്ള രീതിയിലും അത് ഒരുപാട് തവണ കണ്ട രീതിയിലൊക്കെ സംസാരിക്കുന്നു. പക്ഷെ ഇവള് വളരെ കഷ്ടപ്പെട്ടാണ് സംസാരിക്കുന്നതെന്ന് യുവിന് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. എങ്കിലും അവനത് കേൾക്കുന്ന പോലെ തന്നെ ഇരിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും ഷിയുന് ആ വണ്ടിന്ന് ഒരു ലിപ്സ്റ്റിക്ക് കിട്ടുന്നു. അത് കണ്ട് ഇവളുടെ മുഖം വാടി. അല്ല നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇവൻ നിനക്ക് എങ്ങനെ അറിയാം ഇതെന്റെ ഗേൾ ഫ്രണ്ടിന്റേതാണെന്ന് എന്ന് ചോദിക്കുന്നു. ഉണ്ടെന്നോ ഇല്ലെന്നോ പറയുന്നില്ല, ഇങ്ങനെ മാത്രം ചോദിക്കുന്നു. അത് കേട്ട് ഷിയു നല്ല കൺഫ്യൂഷൻ ആവുകയാണ്. അപ്പോ ഇവിടെ റുവോ ബാറിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഗുവാൻ ഇവളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവനെ കാണുമ്പോ ഇവൾക്കും ഒരുപാട് സന്തോഷമാവുന്നു. അപ്പോ ഇവനും ഇവളുടെ അടുത്തേക്ക് വരാൻ തുടങ്ങുമ്പോ മറ്റൊരു പെണ്ണ് ഇടയ്ക്കേറി ഇവനെ വിടുന്നില്ല. ഓൾറെഡി റുവോയ്ക്ക് അത് തീരെ ഇഷ്ടമല്ല.
ഇതും കൂടി ആവുമ്പോ ഇവൾക്ക് നല്ല ദേഷ്യം വരാണ്. ആ ഒരു പെണ്ണ് ഇവനെ ഡ്രിങ്ക്സ് കഴിക്കാനായിട്ടാണ് ക്ഷണിക്കുന്നത്. അപ്പൊ ഗുവാൻ എനിക്കിപ്പോ വരാൻ പറ്റില്ല, എന്റെ ഗേൾ ഫ്രണ്ട് അവിടെയുണ്ട്, എന്നെ വെയിറ്റ് ചെയ്തിരിക്കാണ് എന്ന് പറയുമ്പോ ഇവൾ അത് വിശ്വസിക്കുന്നില്ല. നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ടോ? ഞാനിത് വിശ്വസിക്കില്ല, എന്താ തമാശ പറയാണോ എന്ന് ചോദിക്കുമ്പോ ഗുവാൻ ഇല്ല, ശരിക്കും അതെന്റെ ഗേൾ ഫ്രണ്ട് ആണ്, അവള് വളരെ സ്ട്രിക്റ്റ് ആണ്, അവൾ ഇപ്പൊ തന്നെ നല്ല ദേഷ്യം പിടിച്ചിരിക്കുക, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോ റോവോ അവരെ സംസാരിക്കുന്നത് കേൾക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവൾക്ക് നല്ല ദേഷ്യം വന്ന് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. ഗുവാൻ പിറകെ ചെന്ന് നിൽക്ക്, നീ എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഇറങ്ങി പോകുന്നത്, ഞാൻ നിന്നെ കൊണ്ടുവിടാം എന്ന് പറയുന്നുണ്ടെങ്കിലും അവൾ ഒന്നും പറയാതെ മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോകുന്നു. അപ്പൊ ഇവിടെ ഷൂയി തിരിച്ചെത്തുമ്പോ അമ്മ വിളിച്ചിട്ട് അമ്മ ഇപ്പോ ഇവളുടെ റൂമിലാണോ ഉള്ളത്, മൂവി കഴിഞ്ഞോ, അവനാണോ നിന്നെ കൊണ്ടുവിട്ടത് എന്ന് ചോദിക്കുമ്പോ ഇവള് ഇല്ല, പുള്ളിക്കാരൻ ബിസി ആണെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പിന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ നിന്നില്ല, ഞാൻ ദേ എത്തി എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോ ഷിയാൻ വെളിയില് ഇവളെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. ഇവനെ കണ്ട് നല്ലോണം തന്നെ പേടിക്കാണ്. അമ്മയോടൊപ്പമാണ് എന്ന് പറഞ്ഞ് സിനിമ കാണാൻ പോയതും കറങ്ങിയതും ഒക്കെ മറ്റൊരാളോടൊപ്പം ആയിരുന്നല്ലോ. അപ്പോ ഷിയാനും ഇവളുടെ അടുത്തേക്ക് വന്ന് അല്ല ആരായിരുന്നു അവൻ എന്ന് ചോദിക്കുമ്പോ ഇവൻ പറഞ്ഞതെല്ലാം കേട്ടു. സോ ഇല്ല, അത് ആരുമില്ല, എന്റെ ഒരു ഫ്രണ്ടാണ് എന്ന് പറയുമ്പോ ഇവൻ ഏത് ടൈപ്പിലുള്ള ഫ്രണ്ടാണ് എന്ന് ചോദിക്കുമ്പോ ഇവള് പെട്ടെന്ന് വിഷയം മാറ്റാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോ ഷിയാൻ ഇവളുടെ കയ്യിൽ പിടിക്കുന്ന സമയത്ത് ഇവൾക്ക് അത് വളരെ റൊമാൻറ്റിക് സീനായിട്ടാണ് തോന്നുന്നത്. ഇവളുടെ അടുത്തേക്ക് ഇവൻ നടന്നു വരുന്നത് പോലെയും ഇവളെ കിസ് ചെയ്യാനായിട്ട് വരുന്നത് പോലെയും ഒക്കെ തന്നെ. എന്നാൽ അതൊക്കെ തന്നെ ഇവള് ആ ഒരു ഷോക്കിൽ കണ്ട സ്വപ്നമായിരുന്നു. ഇവള് ആ ഒരു സ്വപ്നം കണ്ടത് കൊണ്ട് തന്നെ ഇപ്പൊ ഇങ്ങനെ നിൽക്കാണ്. ഷിയാനെ അവിടെ കണ്ടപ്പോ തന്നെ ഷോക്കായി. ഇവള് ആ ഒരു കാര്യമൊക്കെ സ്വപ്നം കണ്ടതാണ്, ഇങ്ങനെയൊക്കെ നടക്കും എന്ന്. ഇവള് ഇപ്പൊ ഇങ്ങനെ കാണിക്കുന്നത് കൊണ്ട് തന്നെ ഷിയാൻ ഒരുപാട് തവണ ഇവളുടെ അടുത്ത് വന്ന് വിളിക്കുമ്പോഴാണ് ഇവൾക്ക് ബോധം വരുന്നത്. സത്യത്തില് ഇവള് പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവളോട് നിനക്കെന്താ പറ്റിയത്, മൂവി എങ്ങനെയുണ്ടായിരുന്നു, അല്ല നീ ഞാനുമായിട്ടുള്ള ഫ്യൂച്ചറൊക്കെ തയ്യാറാക്കാന്ന് പറഞ്ഞിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു, ഇങ്ങനെ സിനിമ കണ്ട് നടന്നാ മതിയോ എന്ന് ചോദിക്കുമ്പോ ഇവള് എനിക്കെന്താ സിനിമ കണ്ടൂടെ, ഉറങ്ങിക്കൂടെ, നിങ്ങൾക്കിപ്പോ എന്താ ഇത്ര ധൃതി, ഇത് ഞാൻ ഒരുപാട് നാളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, അതുകൊണ്ട് അത് പാളി പോവാനൊന്നും പോകുന്നില്ല എന്ന് പറയുമ്പോ ഷിയാൻ ഇവളുടെ അടുത്തേക്ക് വന്ന് അല്ല നീ നിന്റെ അമ്മയോടൊപ്പമാണ് സിനിമയ്ക്ക് പോയത് എന്നല്ലേ പറഞ്ഞത്, പിന്നെ അമ്മ എവിടെ എന്ന് ചോദിക്കുമ്പോ ഇവള് നല്ലോണം പെടുന്നു. എന്ത് കള്ളം പറയും എന്നിങ്ങനെ ആലോചിക്കുമ്പോ തന്നെ ഇവളുടെ അമ്മ ഇവളെ വിളിക്കുന്നു. നീ ഇവിടെ വന്നെന്ന് പറഞ്ഞിട്ട് എവിടെ എന്ന് ചോദിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവള് ആ പേര് പറഞ്ഞ് എന്നെ അമ്മ വിളിക്കുന്നു, അമ്മ വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഇവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടുന്നു. അതിനുശേഷം ഇപ്പൊ ഈ അങ്കിളിന്റെ, അതായത് ഗുവാന്റെ ഫാദറിന്റെ ഷോയി എടുത്ത ആ ഒരു ഇന്റർവ്യൂ റിലീസ് ആയിരിക്കാണ്. എല്ലായിടത്തും അത് വലിയൊരു ചർച്ചാ വിഷയമാവുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഷോയിയുടെ കാര്യം. അവളുടെ ആ ഒരു എഴുത്തിന്റെ ശൈലി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. മാത്രമല്ല അദ്ദേഹത്തെ പോലെ ഒരാള് ഇവൾക്ക് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ യാതൊരുവിധ തെറ്റുമില്ല എന്ന രീതിയിലാണ് എല്ലാവരും ആ ഒരു കാര്യം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോ ചീഫിന് ഒരുപാട് കോളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ മീഡിയയെ അഭിനന്ദിച്ച്. മാത്രമല്ല ഷിയാനും ആ ഒരു ആർട്ടിക്കിൾ തന്നെയാണ് ഇപ്പോ വായിക്കുന്നത്. ഷോയുടെ വർക്ക് ആണല്ലോ. അതുകൊണ്ട് തന്നെ ഇവൻ അസിസ്റ്റന്റിനെ വിളിപ്പിച്ച് ഇവളെ കാണാൻ വേണ്ടിയിട്ട് ഇവന്റെ ഒരു ഫ്രണ്ടിന് മിസ് ഷോയി ആയിട്ടുള്ള ഇന്റർവ്യൂ വേണം, പുള്ളിക്കാരിയെ വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്ത് വരാനായിട്ട് പറയുന്നു. അതുകൊണ്ട് തന്നെ അസിസ്റ്റന്റിനെ വിളിച്ച് ഇവളെ കാര്യം പറയുന്നു. പക്ഷെ അത് കറക്റ്റ് ആരാ എന്ന കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഷിയാന്റെ ഒരു ഫ്രണ്ട് ആണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. മാത്രമല്ല ഇവൾക്ക് ഇപ്പൊ ഫുള്ള് വർക്കാണ്, അതുകൊണ്ട് തന്നെ താൻ നോക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പോഴേക്കും ഇവളെ ചീഫ് വിളിപ്പിച്ചിട്ട് ഇവൾക്കിപ്പോ ഒരുപാട് ഓഫറുകൾ വന്നിട്ടുണ്ട്. ഇവളോടൊപ്പം ഇന്റർവ്യൂ ചെയ്യാനായിട്ട് പലർക്കും താല്പര്യമുണ്ട്. സോ ഇവളുടെ പ്ലാൻ എന്താണ് എന്ന് ചോദിക്കുന്ന സമയത്ത് അവൾക്ക് ആ ഷെൻലാൻ കമ്പനിയുടെ സിഇഒ ആയിട്ട് ഒരു ഇന്റർവ്യൂവിന് താല്പര്യമുണ്ട് എന്ന് പറയുമ്പോൾ ഇവരും അവളോട് അതിന്റെ കാര്യങ്ങളെല്ലാം ഫോക്കസ് ചെയ്യാനായിട്ട് പറയുന്നു. അത് സക്സസ് ആയാൽ എന്തായാലും നിനക്ക് ഡെപ്യൂട്ടി എഡിറ്റർ ആവാൻ സാധിക്കും എന്ന് പറയുമ്പോ ഇവള് ഡെപ്യൂട്ടി എഡിറ്റർ ആയി കഴിഞ്ഞാല് എനിക്കപ്പോ എന്റെ ഈ മാഗസിൻ പുറത്തെടുക്കാൻ സാധിക്കോ എന്ന് ചോദിക്കുമ്പോ ഇവരുടെ തലയ്ക്കൊരെണ്ണം കൊടുത്തിട്ട് നീ ഇപ്പോ ഈ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യും, ബാക്കിയൊക്കെ നമുക്ക് പിന്നെ നോക്കാം എന്ന് പറഞ്ഞ് ഇവളെ പറഞ്ഞു വിടുന്നു. അപ്പൊ ഇവൾക്ക് ഷിയാന്റെ കമ്പനിയിലേക്ക് പോകാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവള് ആ ഒരു വർക്ക് ഹോങ്ങിനെ ഏൽപ്പിക്കുന്നു. എന്നിട്ട് ഇവളായിരിക്കും വരുന്നത് എന്ന് പറഞ്ഞ് ഹോങ്ങിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ അസിസ്റ്റന്റിനെ കൈമാറുന്നു. പക്ഷെ യൂലിങ്ങിനും അവളുടെ കൊളീഗിനും ഒന്നും തന്നെ ഷോയുടെ സന്തോഷമോ കാര്യങ്ങളോ ഒന്നും പിടിക്കുന്നില്ല. അവള് ഉടനെ തന്നെ ഡെപ്യൂട്ടി എഡിറ്റർ ആവും എന്നൊരു ന്യൂസ് പരക്കുന്നത് കൊണ്ട് തന്നെ നല്ല അസൂയുണ്ട്. ആ ഒരു പൊസിഷൻ യൂലിങ്ങും ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ ഇവിടെ അസിസ്റ്റന്റ് ഷിയാനോട് ഷോയി ഇന്റർവ്യൂ എടുക്കാനായിട്ട് വരില്ല, പുള്ളിക്കാരി ബിസിയാണ്, പകരം മറ്റൊരു സ്റ്റാഫിനെയാണ് വിടാന്ന് പറയുന്നത് എന്ന് പറയുമ്പോ അത് കേട്ട് ഇവന് നല്ല ദേഷ്യം വരുന്നു. അവളെ കാണാൻ വേണ്ടിയിട്ടാണല്ലോ ഇവൻ അങ്ങനെ ഒരു കാര്യം അറേഞ്ച് ചെയ്തത്. പക്ഷെ അവള് വരില്ലെന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ പോയി മീറ്റിങ്ങിനുള്ള കാര്യങ്ങൾ ഏർപ്പാട് ചെയ്യാനായിട്ട് പറഞ്ഞ് കിടന്നലറുന്നു. അവളെ കാണാനുള്ള അവസരം നഷ്ടപ്പെട്ടല്ലോ. സോ അതുകൊണ്ട് തന്നെ അപ്പൊ ഇവിടെ മീറ്റിംഗില് വീണ്ടും ആ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ് ചർച്ച നടക്കുന്നത്. ഒരു ഭാഗത്തിന് ഇൻവെസ്റ്റ് ചെയ്യണം, മറ്റൊരു ഭാഗത്തിന് ഇൻവെസ്റ്റ് ചെയ്യണ്ട എന്ന തീരുമാനത്തിലാണ്. അപ്പൊ ഷിയാൻ എല്ലാവരോടും നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം ഞാൻ കേട്ടു,
നമ്മൾ നിക്ഷേപിക്കാൻ പോകുന്നത് വലിയൊരു തുകയാണ്. അതിന്റെ ലാഭം മുഴുവനായിട്ടും എത്രയും പെട്ടെന്ന് കിട്ടണമെന്ന് നമുക്ക് വാശി പിടിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ആ കമ്പനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് മാത്രമേ ഞാൻ എന്ത് നടപടിയും സ്വീകരിക്കൂ എന്ന് തീർത്ത് പറയുന്നു. അപ്പൊ ഇവിടെ ഷിയു ആണെങ്കിൽ യുവിന്റെ ക്ലാസ്സിലാണ് ഉള്ളത്. ഇവൾക്ക് ഇപ്പോ ബോറിംഗ് ഒന്നുമില്ല. ആ ഒരു ക്ലാസ് ഒക്കെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുന്നു എന്ന് നമുക്ക് തോന്നും. പക്ഷെ വലിയ കാര്യത്തിൽ നോട്ടൊക്കെ എഴുതിയെടുക്കുന്നത് പോലെ കാണിക്കുന്നുണ്ടെങ്കിലും സത്യത്തിൽ ഇവളിപ്പോ യുവിന്റെ പടം വരച്ചുകൊണ്ടിരിക്കുകയാണ്. യുവും അത് ശ്രദ്ധിക്കുന്നുണ്ട്. ഇവൻ ഓൾറെഡി തന്നെ ഇവൾക്ക് തന്നോട് എന്തോ ഉണ്ടെന്ന് തോന്നിയതാണ്. പക്ഷെ ഇപ്പോ ഇവൾക്ക് എന്തോ ഒരു അഫക്ഷൻ ഉണ്ട് എന്ന് ഇവന് കൺഫേം ആയിട്ട് മനസ്സിലാവുന്നു. എന്നാൽ അപ്പോ ആ ക്ലാസ്സിലെ മറ്റൊരു പയ്യൻ ഇവളെ ശ്രദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാം. സോ അങ്ങനെ ആ ക്ലാസ് കഴിഞ്ഞിട്ട് ഇവള് ഓടി ചെന്ന് യുവിനോട് നമുക്ക് ലഞ്ച് കഴിക്കാൻ പോയാലോ എന്ന് ചോദിക്കുമ്പോ ഇവൻ ഞാൻ ഫ്രീ അല്ല, എനിക്ക് വേറെ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞ് പോവാൻ തുടങ്ങുമ്പോ ഇവള് ക്ലാസ് കഴിഞ്ഞിട്ട് പോവാം, ഞാൻ വെയിറ്റ് ചെയ്തോളാം പറയുമ്പോ അപ്പോഴേക്കും അവന്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് ഇവനെ വിളിച്ച് നീ ഫുഡ് കഴിച്ചില്ലല്ലോ, ഉച്ചയ്ക്ക് ശേഷം ഒരുപാട് ക്ലാസ് ഉള്ളതല്ലേ എന്ന് ചോദിച്ച് ഇവനെ തട്ടിത്തടകി വിളിച്ചോണ്ട് പോകുന്നു. അപ്പൊ അത് കണ്ട് ഇവള് മാത്രമല്ല ഇവൻ അന്ന് ഇതെങ്ങനെയാ എന്റെ ഗേൾ ഫ്രണ്ടിനേതാണെന്ന് നിനക്ക് മനസ്സിലായത് എന്ന് ചോദിച്ചിരുന്നല്ലോ. സോ ഇനി ഇയാള് ഗേ വല്ലതും ആണോ എന്നാണ് ഇവളുടെ ഇപ്പോഴത്തെ സംശയം. അതിനുശേഷം ഇവള് ആ ഒരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ലേറ്റ് ആയാണ് ഓഫീസിലേക്ക് വരുന്നത്. ആ ഒരു സമയത്ത് ഷൂയി അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ യൂലിങ് ഇവളെ വിളിപ്പിച്ചിട്ട് ഇത്രയും സമയം നീ എവിടെ പോയി കിടക്കായിരുന്നു, എങ്ങനെയാണോ ഓഫീസിലേക്ക് എത്തുന്നത്, ഏൽപ്പിച്ച ആ ഒരു സ്ക്രിപ്റ്റ് നീ എങ്ങനെയാ റെഡിയാക്കി വെച്ചിരിക്കുന്നത്, അത് എവിടെ പബ്ലിഷ് ചെയ്യാന്ന് നീ വിചാരിക്കുന്നത്, നീ എന്റെ ഇന്റേൺ ഞാൻ കണ്ടുപിടിക്കുക, നിന്നെ ഏൽപ്പിച്ച പണി എളുപ്പമാക്കാനായിട്ട് നീ എന്റെ ഇന്റേൺ ഞാനോ ഏൽപ്പിക്കുന്നത്, ഇങ്ങനെയാണോ ഷൂയി നിന്നെ പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവള് ഞാൻ ലേറ്റ് ആയതിന് എന്നെ പറഞ്ഞാൽ മതി, അല്ലാണ്ട് വെറുതെ ഇതിലേക്ക് ഷൂയെ വലിച്ചിടണ്ട എന്ന് പറയുമ്പോ അപ്പോ ഇവളുടെ ഇന്റേൺ ഇല്ല, അത് ഇവൾക്ക് പോവാൻ തിരക്കുള്ളത് കൊണ്ട് എന്നെ ഏൽപ്പിച്ചു, അത്രേ ഉള്ളൂ, ബാക്കിയൊക്കെ അവള് തന്നെയാ ചെയ്തത് എന്ന് പറഞ്ഞ് ഷിയുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും യൂലിങ് ഇവളോട് ഇടയ്ക്ക് കയറണ്ട, ഇത് സീനിയറും ജൂനിയറും തമ്മിലുള്ള കാര്യമാണ് എന്ന് പറഞ്ഞ് ഇവളെ വിലക്കുന്നു. എന്നിട്ട് ഇവളുടെ വർക്ക് അഭിനന്ദിച്ചിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ യൂലിങ് അവിടെ നിന്ന് പോയതിനു ശേഷം ഇവളെ ഷിയുവിനോട് എടി ഇത് എന്റെ മിസ്റ്റേക്ക്, ഞാനിത് നന്നായിട്ട് ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഷിയു ഇല്ലടി ഇത് കുഴപ്പമില്ല, ഞാൻ നിന്നെ ഏൽപ്പിക്കാൻ പാടില്ലായിരുന്നോ എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്നു. സത്യത്തില് ഷിയു അവളുടെ വർക്കും കൂടി ഇവളോട് ചെയ്യാൻ പറഞ്ഞ് ഏൽപ്പിച്ചു പോയതാണ്. പക്ഷെ ഇവരുടെ രണ്ടുപേരുടെയും വർക്ക് ആവറേജ് തന്നെയാണ്. എന്നാൽ യൂലിങ് അത് പൊലിപ്പിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഷോയി ആണെങ്കിൽ മറ്റേ ആ ഒരു ഷെൻലാൻ കമ്പനിയുടെ ബാറ്ററി യൂസ് ചെയ്യുന്ന എല്ലാ ഷോറൂമുകളിലും വർക്ക്ഷോപ്പിലും എല്ലായിടും പോയി അവൾക്ക് വേണ്ട ഡീറ്റെയിൽസ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവളിപ്പോ ഓഫീസിലേക്ക് വരാത്തത്. അപ്പോ ഷിയു ആ ഒരു വർക്ക് നേരെ ചൊവ്വേ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇവളിപ്പോ ഓവർ ടൈം ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഷിയാന് മെസ്സേജ് അയച്ച് എന്നെ ഇവിടെ എല്ലാവരും ടോർച്ചർ ചെയ്യുക അങ്കിൾ, ആർക്കും ഇവിടെ എന്നെ ഇഷ്ടമല്ല, ഞാനിപ്പോ ഇവിടെ ഓവർ ടൈം പണി എടുത്തുകൊണ്ടിരിക്കുക, ഫുഡ് പോലും കഴിച്ചിട്ടില്ല, എന്റെ ലീഡർ ബിസി ആയതുകൊണ്ട് എന്നെ കെയർ പോലും ചെയ്യുന്നില്ല, ഞാനിവിടെ ഒറ്റയ്ക്കാണ്, ഞാൻ ഈ ജോലി രാജിവെക്കാൻ പോവാ എന്ന് പരാതി പറയുമ്പോ ഷിയാൻ ചിന്തിക്കുന്നത് അപ്പൊ ഷോയി എവിടെ പോയതാ, അവൾ എന്താ ഇത്ര ബിസി എന്നാണ്. ഇവന്റെ കമ്പനിയിലെ ഇന്റർവ്യൂ എടുക്കാനും വന്നില്ലല്ലോ. അപ്പൊ അങ്കിള് മൈൻഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഷിയു യുവിന് മെസ്സേജ് അയച്ചിട്ട് ഞാനിവിടെ ക്ലാസ്സും കഴിഞ്ഞ് ഓവർ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിലും റിപ്ലൈ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവന്റെ ലാസ്റ്റ് പോസ്റ്റ് നോക്കുന്ന സമയത്ത് അവൻ അവിടെ വോളിബോൾ കളിക്കുകയും അതിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തേക്കാണ്. അതിലാണെങ്കിൽ പെൺകുട്ടികൾ വന്ന് ഇവന് വെള്ളം കൊടുക്കുന്നതും വളയ്ക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ ഇവള് കാണുന്നു. അതുകൊണ്ട് തന്നെ ഇവള് തന്റെ ചാൻസിന് നഷ്ടപ്പെടുത്തി കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവളും പെട്ടെന്ന് അങ്ങോട്ടേക്ക് തിരിക്കുന്നു. എന്നിട്ട് കുറെ ബോട്ടിൽ വെള്ളവും കൊണ്ട് ഇവന്റെ അടുത്തേക്ക് ചെല്ലുന്നു. പക്ഷെ യു അത് സ്വീകരിക്കുന്നില്ല. ഇല്ല എനിക്ക് വേണ്ട, എന്റെ കയ്യിൽ വേറെ വെള്ളമുണ്ട് എന്ന് പറയുന്നു. അപ്പൊ ഇവള് ഈ ഗെയിം കഴിഞ്ഞില്ലേ, നമുക്ക് എങ്കിൽ പിന്നെ ഡിന്നർ കഴിക്കാൻ ഒരുമിച്ച് പോയാലോ, എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് പറയുമ്പോ ഇവൻ നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് ക്ലാസ് ടൈമിൽ ചോദിച്ചാൽ മതി. ഇല്ല എനിക്ക് അതിനെ പറ്റിയല്ല, എനിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയാണ് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടത് എന്ന് പറയുമ്പോ ഇവൻ നിനക്ക് എന്നെ ശരിക്കും അറിയില്ലെന്നാ തോന്നുന്നത്, എനിക്ക് 30 വയസ്സുണ്ട് എന്ന് പറയുമ്പോ ഇവള് അതിനിപ്പോ എന്താന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവനും അതിനൊന്നും ഇല്ലേ, നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റിയ പ്രായമല്ല എന്റേത്, സോറി, നാളെ എനിക്ക് ക്ലാസ് ഉണ്ട്, കുറച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇവൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോ ഇവള് നമ്മൾ അതിന് ഇതുവരെ തുറന്ന് സംസാരിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത്, അതിനുശേഷം ഒരു തീരുമാനം എടുക്കുന്നതല്ലേ നല്ലത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും യു ഒന്നും പറയാതെ അവിടെ നിന്ന് പോകുന്നു. അപ്പൊ ഇവിടെ ഇവളെ ജോലിയൊക്കെ ചെയ്ത് വളരെ ക്ഷീണിച്ചാണ് ഇപ്പോൾ ഉള്ളത്. അതിനേക്കാൾ ഉപരി ഷിയാൻ മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല, ഒന്ന് തിരക്കിയിട്ട് പോലുമില്ല. അതുകൊണ്ട് തന്നെ ഇവൾ ഒരു ഫോട്ടോ എടുത്ത് ഒരുപാട് ദിവസം ആയതുകൊണ്ട് തന്നെ എനിക്ക് ലേറ്റ് നൈറ്റ് സ്നാക്ക് കഴിക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് സ്റ്റാറ്റസ് ഇടുന്നു. അപ്പോ ഷിയാനും അത് കണ്ട് ഓ ഇവൾ ഇത്ര ബിസി ആണോ എന്നാണ് ചിന്തിക്കുന്നത്. എന്നിട്ട് ഇവൾക്ക് റിപ്ലൈ കൊടുക്കുന്നത് രാത്രി സ്നാക്സ് കഴിച്ചാലുള്ള റിസ്കിനെ പറ്റി ഒരു ന്യൂസ് ആണ്. അപ്പോ ഇവളും വിട്ടു കൊടുക്കുന്നില്ല. ഇവൾ അങ്ങോട്ട് രാത്രി പട്ടിണി കിടന്നാലുള്ള റിസ്കിനെ പറ്റി ഒരു ന്യൂസ് ഷെയർ ചെയ്യുന്നു. അങ്ങനെ അതിനുശേഷം പിറ്റേന്ന് ഷൂയി ഓഫീസിലേക്ക് വരുന്ന സമയത്ത് പതിവില്ലാതെ അതിരാവിലെ തന്നെ ഷിയു അവിടെ വന്നിരുന്ന് വർക്ക് ചെയ്യുന്നതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഷൂയി അവളോടല്ല എന്തുപറ്റി, എന്താ ഇത്ര നേരത്തെ എന്ന് ചോദിക്കുമ്പോ ഇവള് നേരത്തെ ചെയ്തിരുന്ന ആ ഒരു വർക്കിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ അധികം ചേർക്കണമെന്ന് യൂലിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റ് ബിസിനസ് റിലേറ്റഡ് ആളുകളുടെ ഐഡിയ ഒക്കെ കൊണ്ടുവരണമെന്ന്.
സോ അതിപ്പോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഷൂയി, നീ എഴുതിയ ഡ്രാഫ്റ്റ് ഞാൻ പരിശോധിച്ചതാണല്ലോ, അതിൽ വലിയ മിസ്റ്റേക്ക് ഒന്നുമില്ല, നീ നിന്റേതായ കാഴ്ചപ്പാടാണ് അതിൽ പങ്കുവച്ചിരിക്കുന്നത്. നമ്മളൊരു ആർട്ടിക്കിൾ എഴുതുമ്പോൾ അതിൽ നമ്മുടെ ആശയങ്ങളാണ് ജനങ്ങളോട് പറയേണ്ടത്, അല്ലാതെ മറ്റൊരാളുടെ അഭിപ്രായത്തെ വ്യാഖ്യാനിച്ച് എഴുതുന്നതല്ല ആർട്ടിക്കിള്. ആ കാര്യങ്ങളൊക്കെ നീ ഇംപ്രൂവ് ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. നിനക്ക് നിന്റെ വർക്കിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നീ മറ്റാരുടെയും ഒപ്പീനിയൻ കേൾക്കാൻ പോകണ്ട എന്ന് പറഞ്ഞ് അവളെ മോട്ടിവേറ്റ് ചെയ്യുന്നു. ഇവളും നല്ല ടെൻഷനിലായിരുന്നു. ഇപ്പോ ഷൂയി അങ്ങനെ പറയുമ്പോൾ ഓക്കെ ആവുന്നു. അതിനുശേഷം ഇവിടെ ഹോങ് അന്ന് പറഞ്ഞ ആ ഒരു ഇന്റർവ്യൂവിനായിട്ട് എത്തിയിരിക്കുകയാണ്. ഷൂയിക്ക് ഷിയാന്റെ ഫ്രണ്ടുമായിട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുത്തിരുന്നല്ലോ, പക്ഷെ അവള് വരാത്തത് കൊണ്ട് അവൾ അന്ന് ഹോങ്ങിനെയല്ലേ ഏൽപ്പിച്ചത്. ഷിയാൻ അത് വെറുതെ പറഞ്ഞതാണ് എങ്കിൽ പോലും അതിപ്പോ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവം ആയല്ലോ. അതുകൊണ്ട് ഷിയാൻ അസിസ്റ്റന്റിനെ തന്നെയാണ് ആ ഇന്റർവ്യൂ കൊടുക്കാനായിട്ട് പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്നത്. സോ അവനാണ് ഹോങ്ങിന് ആ ഒരു ഇന്റർവ്യൂ കൊടുക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. പക്ഷെ ഹോങ് ആദ്യം മറ്റൊരു പ്രായമുള്ള വ്യക്തിയുടെ അടുത്തേക്കാണ് പോകുന്നത്. അയാളെ ആയിരിക്കും ഇന്റർവ്യൂ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഈ അസിസ്റ്റന്റ് ഇവന്റെ പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നത് പ്രായമുള്ള വ്യക്തികൾ ഷെയർ ചെയ്യുന്ന അതേ കാഴ്ചപ്പാടിലുള്ള കാര്യങ്ങളാണ്. സോ അതുകൊണ്ടാണ് ഇവളെ തെറ്റിദ്ധരിച്ചത് എന്ന് പറഞ്ഞിട്ട്, അല്ല എന്തിനാ അങ്ങനെ ഷെയർ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ, അതെനിക്ക് കുറച്ച് മെച്യൂരിറ്റി ഉണ്ടെന്ന് ബാക്കിയുള്ളവർക്ക് തോന്നാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു. അപ്പോ ഇവിടെ ഷൂയാണ് ഇപ്പോ ഷിയുവിനെ ആ ഒരു ആർട്ടിക്കിൾ എഴുതാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇവളെ ചെയ്യേണ്ട ജോലി ഇവള് തന്നെ ചെയ്യണം, പക്ഷേ ഷൂയി അതിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പും ഐഡിയയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോ ഷിയാനും ഷിയുവിന് മെസ്സേജ് അയച്ച്, നീ വല്ലതും കഴിച്ചായിരുന്നോ, വർക്ക് കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഇവള്, എന്റെ വർക്ക് കഴിഞ്ഞു, ഞാൻ അത് ഇപ്പൊ ഇറങ്ങും. എന്റെ കൂടെ തന്നെ ഷൂയുമുണ്ട്, പുള്ളിക്കാരെ എത്ര പ്രൊഫഷണലാ, എത്ര ക്ഷമയുള്ള വ്യക്തിയാ, എനിക്കിന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അങ്കിളിന്റെ അനന്തരവളായതുകൊണ്ട് ഞാനതൊക്കെ പെട്ടെന്ന് പഠിച്ചെടുത്തു എന്ന് പറഞ്ഞിട്ട് ഇവൾ അവിടെ നിന്ന് ഇറങ്ങുന്നു. അതിനുശേഷം ഷൂയി ഒരുപാട് സമയം വർക്ക് ചെയ്യുന്നു. എന്നിട്ട് പോകാനായിട്ട് ടാക്സി ബുക്ക് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ഒരുപാട് പേര് ഓൾറെഡി തന്നെ ടാക്സിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. സോ ഇവള് അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് സ്റ്റാറ്റസ് ആയി ഷെയർ ചെയ്തിട്ട്, അപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ല, ഒരുപാട് പേര് എനിക്ക് കൂട്ടിനുണ്ട്, ആരെങ്കിലും ഒരു ബെഡ് കൊണ്ട് തന്നായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഓഫീസിൽ തന്നെ കിടന്നുറങ്ങാമായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവളെ ഇടുന്നത്. ഇവളുടെ ആ ഒരു സ്റ്റാറ്റസ് കണ്ട് ഉടനെ തന്നെ ഷിയാൻ ഇവളെ വിളിച്ചിട്ട് താഴേക്ക് വരാനായിട്ട് പറയുന്നു. ഇവളും തുള്ളിച്ചാടി അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അവൻ കാണാൻ വേണ്ടി തന്നെയാണ് ഇവളത് ഷെയർ ചെയ്തത്. അങ്ങനെ ഇവള് ഷിയാന്റെ അടുത്തേക്ക് പോവാൻ തുടങ്ങുമ്പോഴേക്കും അവിടെ തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറന്റിലെ പയ്യൻ ഇവളോട് താല്പര്യം ഉള്ളത് കൊണ്ട് തന്നെ ഇവൾക്ക് കഴിക്കാൻ വേണ്ടി സ്നാക്സ് ഒക്കെ റെഡിയാക്കി കൊണ്ടുവന്ന് കൊടുക്കുന്നു. ഇവള് ഓവർ ടൈം വർക്ക് ചെയ്യുകയല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോ ഷൂയി അത് വാങ്ങാൻ ഒന്ന് മടിക്കുന്നുണ്ട്. പക്ഷേ ഇവന് വളരെ കഷ്ടപ്പെട്ട് കൊണ്ടുതന്നതാണല്ലോ, അതുകൊണ്ട് തന്നെ ഇവളത് സ്വീകരിക്കുന്നു. ഇവള് ബില്ല് പേ ചെയ്യാം എന്ന് പറയുമ്പോ, ഇല്ല ഇന്നത്തെ അക്കൗണ്ട് ഒക്കെ ക്ലോസ് ആക്കി, പൈസ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട്, ഇയാളെ കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണോ, ഇപ്പൊ ഒരുപാട് ലേറ്റ് ആയില്ലേ, ഞാനും കൂടെ കൂട്ടിന് നിൽക്കാം എന്ന് പറയുമ്പോ ഷിയാൻ അങ്ങോട്ടേക്ക് വന്ന് ഇവളെ ചേർത്ത് പിടിച്ച് എന്നിട്ട് ഇവളോട്, നീ ഇതിന്റെ പൈസ കൊടുത്തായിരുന്നോ എന്ന് ചോദിക്കുമ്പോ ഇവള് ഇല്ല എന്ന് പറയുന്നു. അപ്പോ ഷിയാനും തിരിച്ച് ഇയാളുടെ അടുത്തേക്ക് വന്ന് QR കോഡ് കാണിക്കാനായിട്ട് പറഞ്ഞ് അതിന്റെ ആ ഒരു ബില്ല് പേ ചെയ്യുന്നു. അയാളും പേടിച്ച് QR കോഡ് എടുത്ത് കാണിക്കുന്നു. ഷൂയെ വളയ്ക്കാനായിട്ടാണ് അയാൾ ശ്രമിച്ചത്, പക്ഷേ നടന്നില്ല. അതിനുശേഷം ഇവൻ ഷൂയും കൂട്ടി അവിടെ നിന്ന് വരുന്നു. അപ്പോഴേക്കും ഇവിടെ യൂലിങ് ഇവളെ അടുത്ത ഇന്റർവ്യൂ ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആളെ കുടിപ്പിച്ച് ബോധരഹിതനാക്കി അയാളെ കാറിൽ കൊണ്ടുവന്ന് വിടുന്നു. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവളെ ഇന്റർവ്യൂ ഒപ്പിക്കുന്നത്. അങ്ങനെ ഇവൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴേക്കും ഷിയാൻ ഷൂയെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നത് ഇവളെ കാണുന്നു. അവരെ രണ്ടുപേരെയും കണ്ട് ഇവള് നല്ലോണം തന്നെ ഞെട്ടുന്നു. ഇവർ തമ്മിൽ റിലേഷൻഷിപ്പിലാണോ എന്നാണ് ഇവള് വളരെ ഷോക്ക് ആയിട്ട് ചിന്തിക്കുന്നത്. അവൾക്കത് വിശ്വസിക്കാനേ ആവുന്നില്ല. പക്ഷെ ഷൂയ്ക്കാണെങ്കിൽ നല്ലതുപോലെ വിശക്കാണ്. ഷിയാൻ ആ ഒരു സ്നാക്സ് കഴിക്കാൻ സമ്മതിക്കാതെ ബാക്ക് സീറ്റിൽ എടുത്തു വെച്ചിരിക്കുകയാണ്. ഇവൾക്കാണെങ്കിൽ അത് ചോദിക്കാനും പറ്റുന്നില്ല. അപ്പൊ ഇവള്, അല്ല നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത് എന്ന് ചോദിക്കുമ്പോ ഷിയാൻ, ലേറ്റ് നൈറ്റ് സ്നാക്സ് കഴിക്കാനാണ് എന്ന് പറയുന്നു. അപ്പൊ ഇവള്, അല്ല നിങ്ങളല്ലേ പറഞ്ഞത് രാത്രി ഇതൊക്കെ കഴിച്ചാല് ആരോഗ്യത്തിന് ദോഷമാണെന്ന്, നീ ഡിന്നർ കഴിച്ചിട്ടില്ലല്ലോ, സോ അത് രണ്ടും കൂടെ ചേർത്ത് കഴിക്കാം എന്ന് പറയുമ്പോൾ ഇവൾക്കും അത് കേട്ട് സന്തോഷമാവുന്നു. ഇവനുമായിട്ടുള്ള ഒരു ഡിന്നർ ഇവള് ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോ ഇവര് ഷൂയ്ക്ക് അറിയാവുന്ന ഒരു ഫുഡ് സ്പോട്ടിലേക്കാണ് എത്തിയിരിക്കുന്നത്. അവൾ അവിടുത്തെ ഇവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു നൂഡിൽസ് ഓർഡർ ചെയ്യുന്നു. പക്ഷേ ഇവള് മാത്രമേ അത് കഴിക്കുന്നുള്ളൂ, ഷിയാൻ വേണ്ട എന്ന് പറയുന്നു. കാരണം അവന് ഇത്രയും ചെറിയ സെറ്റപ്പിൽ ഇരുന്ന് ഇങ്ങനത്തെ ഫുഡൊന്നും കഴിച്ച ശീലമില്ല. ഇവള് കുറെ നിർബന്ധിക്കുന്നുണ്ട്, ഇത് നല്ല ഫുഡാണ്, നല്ല ടേസ്റ്റ് ആണ്, നിങ്ങൾ ഒരിക്കലും ഈ ടേസ്റ്റ് മറക്കില്ല, ഞാൻ പഠിക്കുമ്പോൾ തൊട്ട് ഇവിടെ വരാറുള്ളതാണ് എന്നൊക്കെ പറയുമ്പോൾ ഇവൾക്ക് പെട്ടെന്ന് ഷിനിനോടൊപ്പം ഇവിടെ വന്ന കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നു. എന്നിരുന്നാലും ഇവള് ആരോടൊപ്പമാണ് ഇവിടെ വന്നത് എന്ന കാര്യങ്ങളൊന്നും പറയുന്നില്ല. പറയാൻ വരുന്നുണ്ട്, പക്ഷെ പറയുന്നില്ല. അങ്ങനെ ഇവള് ആ ഒരു ഫുഡ് കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും കറക്റ്റ് ഷിന്നും അവന്റെ ഫ്രണ്ട്സും അങ്ങോട്ടേക്ക് വരുന്നത് ഇവളെ കാണുന്നു. അതുകൊണ്ട് തന്നെ ഇവള് പെട്ടെന്ന് ഷിയാനോട്, ഞാൻ ഇപ്പം ബാത്റൂമിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഷിനിന്റെ മുന്നിൽ പെടാതെ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഇവളെ വിചാരിക്കുന്നത് ഈ ലഷിയുടെ അങ്കിൾ എന്ന് പറയുന്നത് ഷിയാനാണ് എന്നാണല്ലോ. സോ അതുകൊണ്ട് തന്നെ ഇവര് രണ്ടുപേരും ഇപ്പൊ ഒരുമിച്ചുള്ളത് ഇവനെ കാണിക്കേണ്ട, അറിയിക്കേണ്ട എന്ന് കരുതിയാണ് പോകുന്നത്. അപ്പോ ഷിന്നും അവന്റെ ഫ്രണ്ട്സും അവിടെ ഒരു സീറ്റിൽ വന്നിരുന്നിട്ട് ഫ്രണ്ട്സ് ഷിനിനോട്, അല്ല സ്കൂൾ കാലം മുതലുള്ള നിന്റെ ആ ഷൂയുമായിട്ടുള്ള പ്രണയം എങ്ങനെയാ ബ്രേക്കപ്പ് ആയത്, ഒരുപാട് നാളത്തെ റിലേഷൻഷിപ്പ് അല്ലായിരുന്നോ, ആരാ ബ്രേക്കപ്പ് ചെയ്യാൻ മുൻകൈ എടുത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെല്ലാം തന്നെ ഷിയാൻ കേൾക്കുന്നു. പ്രത്യേകിച്ച് ഷൂയുടെ പേര് കേട്ടതുകൊണ്ട് അവിടെ ഇവൻ ഷിനിനെ കാണുന്നുണ്ട്. സോ ഷൂയുടെ എക്സ് ഇവനാണ് എന്ന കാര്യം ഷിയാന് മനസ്സിലാവുന്നു. അപ്പോ ഷിൻ ഇവർക്ക് റിപ്ലൈ കൊടുക്കുന്നത് ഷൂയാണ് ആ ബ്രേക്കപ്പിന്റെ മുൻകൈ എടുത്തത് എന്നാണ്. അപ്പോ അവരും, അതെ ഞങ്ങൾക്കും തോന്നിയത് അത്, അല്ലെങ്കിൽ തന്നെ അവളിപ്പോ പണക്കാരുമായിട്ടല്ലേ ബന്ധം, നിന്നെ അതുകൊണ്ട് നൈസിന് വലിച്ചെറിഞ്ഞതാ,
അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാ എന്ന് പറയുമ്പോൾ അതെല്ലാം കേട്ട് ഷിയാന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഷിന്നും അവൻ അറിയാലോ യഥാർത്ഥ സത്യാവസ്ഥ എന്താണെന്ന്. ഇവനാണല്ലോ അവളെ ബ്രേക്കപ്പ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങൾ കഴിക്കാൻ ഞാൻ പോവാണ്, എനിക്ക് മൂടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ എഴുന്നേറ്റ് പോകുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ ഫ്രണ്ട്സും അവന്റെ പിറകെ തന്നെ ചെല്ലുന്നു. അപ്പോ ഷിയാൻ ഇവൾക്ക് മെസ്സേജ് അയച്ച് ഞാൻ അങ്ങോട്ട് വരണോ നീ ഇങ്ങോട്ട് വരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇവളെ പെട്ടെന്ന് തന്നെ ഷിന്നും അവന്റെ ഫ്രണ്ട്സ് ഒക്കെ അവിടെ നിന്ന് പോയത് കൊണ്ട് തിരിച്ച് ഇവന്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് ഇവള് ഇവിടെ വന്നിരുന്ന് ഫുഡ് കഴിക്കാൻ നോക്കുന്നു. പക്ഷെ അവളെ കൊണ്ട് പറ്റുന്നില്ല. ഇവന്റെ മുഖത്ത് പോലും നോക്കാനും സാധിക്കുന്നില്ല. അപ്പോ ഷിയാൻ ഇവളോട് നീ ഇത്രയും വലിയ കണ്ണും വെച്ചുകൊണ്ട് എങ്ങനെയാ നിനക്ക് ഇത്രയും മോശം കാഴ്ചയുള്ളത് എന്ന് ചോദിക്കുന്നു. അപ്പോ ഇവൾക്ക് പെട്ടെന്ന് ടെൻഷൻ ആവുന്നു. ഇവനിനി ഷിനിന്റെ കാര്യമാണോ ചോദിക്കുന്നത് എന്നോർത്ത്. പക്ഷെ ഷിയാൻ അവനെ അറിയില്ല എന്നാണ് ഇവള് വിശ്വസിച്ച് ആശ്വസിക്കുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ പിന്നെ ഇവൾക്ക് ആ ഒരു ഫുഡ് കഴിക്കാൻ സാധിക്കുന്നില്ല. മടിച്ചിരിക്കാണ്. അത് ഷിയാന് മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ ഇത് കഴിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇവള് വേണ്ട മതി എന്ന് പറയുന്നു. അപ്പോ ഇവനും പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അങ്ങനെ ഇവരിപ്പോ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവൾക്കാണെങ്കിൽ അവിടെ ഷിനിനെ കണ്ടതുകൊണ്ട് ഇഷ്ടപ്പെട്ട ഫുഡും കഴിക്കാൻ പറ്റിയില്ല. ഇപ്പൊ വിശക്കുകയും ചെയ്യുന്നു. നല്ല ഉറക്കവും വരികയാണ്. മാത്രമല്ല ഷിയാന്റെ മൂഡും മാറിയിരിക്കുകയാണ്. പക്ഷെ അവൻ എന്താ പറ്റിയതെന്ന് ഇവൾക്ക് മനസ്സിലാവുന്നില്ല. ഷോയെ പറ്റി അവര് അങ്ങനെയൊക്കെ സംസാരിച്ചതാണ് ഇവന്റെ ആ ഒരു മൂഡ് ഓഫിന് കാരണം. അങ്ങനെ ഷിയാൻ ഇവളെ ഇവളുടെ സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്യുന്നു. അപ്പൊ ഇവള് തിരിച്ച് താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഇറങ്ങി പോകുമ്പോഴും ഇവൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. അങ്ങനെ ഷൂയി നല്ല ദേഷ്യത്തില് അവിടെ നിന്ന് പോവാൻ തുടങ്ങുമ്പോഴേക്കും ഇവൻ ഇവളോട് നീ കിടക്കുന്നതിന് മുന്നേ എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കാവോ എന്ന് പറയുമ്പോ ഇവള് ഓ അല്ലെങ്കിൽ എന്താ ഓർക്ക് ശരിയാവില്ലേ, എനിക്കതൊന്നും പ്രശ്നമല്ല, ഒരു നേരത്തെ ആഹാരം കഴിച്ചില്ലെന്ന് വെച്ചാൽ ഞാൻ മരിച്ചൊന്നും പോകാൻ പോകുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി, എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് ഇവൾ അവിടെ നിന്ന് പോകുന്നു. പക്ഷേ ഇവൾ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഇവൾക്ക് നല്ല വിശപ്പുണ്ട്. വീട്ടിൽ വന്ന് എന്തെങ്കിലും തിന്നാൻ കിട്ടുമെന്ന് അരിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് കഴിക്കാൻ പറ്റിയ ഒന്നും തന്നെ അവിടെയില്ല. അതുകൊണ്ട് തന്നെ ഇവളെ വേറെ വഴിയില്ലാണ്ട് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാം എന്ന് വിചാരിച്ച് ഓർഡർ കൊടുക്കുന്നു. പക്ഷേ ഷിയാൻ ആണെങ്കിൽ ഇവര് നേരത്തെ ഫുഡ് കഴിക്കാൻ എത്തിയ ആ ഒരു ഹോട്ടലിലേക്ക് തിരിച്ചു വന്നിട്ട് നേരത്തെ ഷൂയി എന്താണോ ഓർഡർ ചെയ്തിരുന്നത് അതേ നൂഡിൽസ് ഇപ്പൊ ഇവൻ വാങ്ങിച്ചിട്ട് അതൊരു കണ്ടെയ്നറിലാക്കി ആരും കാണാതെ എടുത്തോണ്ട് വന്ന് ഇവളുടെ ഡോറിന്റെ പുറത്ത് വെച്ചിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. അപ്പോ ഇവളെ ഡോറിൽ ആരോ തട്ടുന്നത് കൊണ്ട് തന്നെ വന്ന് ഡോർ തുറക്കുന്നു. ഇവള് വിചാരിക്കുന്നത് ഓർഡർ ചെയ്ത ഫുഡ് വന്നു എന്നാണ്. പക്ഷെ നോക്കുന്ന സമയത്ത് ഇവള് ഇങ്ങനത്തെ ഒരു സാധനമേ അല്ല ഓർഡർ ചെയ്തത്. ഇത് പിന്നെ എവിടെ നിന്നാ വന്നത് എന്ന് ചോദിക്കാനായിട്ട് ഇവൾ ആ ഒരു ഡെലിവറി ബോയെ വിളിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഷിയാൻ ഇവൾക്ക് മെസ്സേജ് അയച്ചോ ഡോർ തുറന്ന് ആ സാധനം എടുത്ത് കഴിക്കാനായിട്ട് പറയുന്നു. അപ്പോഴാണ് ഇവള് ഇത് ഷിയാനാണ് ഇവിടെ കൊണ്ടുവച്ചത് എന്ന കാര്യം അറിയുന്നത്. അവൾക്ക് ഒരുപാട് സന്തോഷമാവുന്നു. അവൾ ആ ഒരു ഫുഡ് എടുത്തു എന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് ഷിയാൻ അവിടെ നിന്ന് പോകുന്നത്. ഷിയാൻ അവിടെ നിന്ന് പോയതിനു ശേഷം ഇവളും ഇപ്പോ എൻജോയ് ചെയ്ത് ആ ഒരു ഫുഡ് വളരെ സമാധാനത്തിൽ ഇരുന്ന് കഴിക്കുന്നു. എന്തായാലും പുള്ളി എന്നെ കെയർ ചെയ്യുന്നുണ്ട്, ഇല്ലായിരുന്നെങ്കിൽ ഇതിപ്പോ ചെയ്യില്ലായിരുന്നു എന്ന് ഇവൾക്ക് മനസ്സിലാവുന്നു. ഇവളും ആ ഒരു ഫുഡിന്റെ ഫോട്ടോയൊക്കെ എടുത്ത് ഷിയാനെ സെൻഡ് ചെയ്തിട്ട് ഇത് വളരെ നന്നായിട്ടുണ്ട് എന്ന് പറയുന്നു. ഇവനും അത് കാണുമ്പോൾ സന്തോഷമാവുന്നു. അങ്ങനെ അതിനുശേഷം പിറ്റേന്ന് രാവിലെ ജോലി തുടങ്ങിയത് കൊണ്ട് തന്നെ ഇവര് നല്ല ടയേർഡാണ്. സോ ഹോങ്ങിനോട് അവള് കോഫി എടുക്കാൻ പോകുമ്പോൾ ഷോയി ഇവൾക്കുള്ളതും എടുത്തോണ്ട് തരാനായിട്ട് പറഞ്ഞ് കപ്പെടുത്ത് കൊടുക്കുമ്പോ ആ സമയത്ത് യൂലിങ് അങ്ങോട്ടേക്ക് വന്ന് ദേ ഇത് ഞാനിപ്പോ വാങ്ങിച്ചതാ, പൊട്ടിച്ചിട്ടേയില്ല, കുടിച്ചോ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് പോകുന്നു. ഇവര് രണ്ടുപേരും അത് കണ്ട് ഷോക്കാവുന്നു. അവള് അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇനി അതിൽ വല്ല വിഷവും കലർത്തിയാണോ കൊണ്ടുവന്നത് എന്ന് വരെ ഇവരൊന്ന് സംശയിക്കുന്നു. അതിനുശേഷം ഇവര് മീറ്റിംഗിൽ വരുമ്പോഴും വളരെ സ്ട്രേഞ്ച് ആയിട്ടാണ് യൂലിങ് ഷൂയോട് പെരുമാറുന്നത്. ചീഫ് യൂലിങ്ങിനോട് ഒരു വർക്ക് പറയുന്ന സമയത്ത് അത് അവൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നിട്ട് കൂടി ഇല്ല അന്ന് എനിക്ക് വേറെ വർക്കുണ്ട് അത് ഷൂയെ ഏൽപ്പിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ചീഫ് വരെ അന്തം വിട്ടുപോവാണ്. യൂലിങ് അങ്ങനെ പറഞ്ഞത് കേട്ട് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു വാശിയും ഈഗോയും ഒന്നും ഇപ്പൊ അവളെ കാണിക്കുന്നില്ല. കാരണം വേറൊന്നുമല്ല, ഷോയി ഷിയാനുമായിട്ട് റിലേഷൻഷിപ്പിലാണ് എന്ന കാര്യം യൂലിങ്ങിന് അറിയാം. അതുകൊണ്ടാണ് ഇനി കൂടുതൽ അവളെ ബുദ്ധിമുട്ടിക്കോ അപമാനിക്കോ ചെയ്തു കഴിഞ്ഞാൽ നല്ല പണി വരുമെന്നും നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ്, അല്ലാതെ ഇവളുടെ മനസ്സിലിരിപ്പ് മാറിയത് കൊണ്ടൊന്നും അല്ല. എന്നാൽ അപ്പൊ ഇവിടെ യു ആണെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് അവന്റെ സ്റ്റുഡൻസിനെ ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അതിനിടയ്ക്ക് ഒരാള് ഒരു ക്യാമറയും കൊണ്ട് ഇവന്റെ വീഡിയോ വിത്ത് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നത് യു ശ്രദ്ധിക്കുന്നു. സോ അത് വേറെ ആരും പറഞ്ഞയച്ചതല്ല എന്ന് ഇവന് മനസ്സിലാവുന്നു. ഇവൻ ഉടനെ തന്നെ ഷിയോനെ വിളിച്ചിട്ട് നീ ദയവ് ചെയ്ത് മറ്റുള്ള ആളുകളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട് എന്റെ കോഴ്സ് റെക്കോർഡ് ചെയ്യിപ്പിക്കരുത് എന്ന് പറയുമ്പോ ഇവള് അയ്യോ സോറി, അതിപ്പോ എനിക്ക് നിങ്ങളുടെ ക്ലാസ്സിൽ വരാൻ പറ്റുന്നില്ല, ഞാൻ കുറച്ച് അധികം ബിസിയാ, അതുകൊണ്ട് പഠിക്കാൻ വേണ്ടി ചെയ്തതാ എന്ന് പറയുമ്പോ ഇവൻ ഇത് ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള കോഴ്സാണ്, അതുകൊണ്ട് നിങ്ങൾക്കത് വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് വേണമെങ്കിലും പഠിക്കാം, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം, ദയവേത് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറയുമ്പോൾ ഇവളും ഓക്കെ പറയുന്നു. അവൻ ശരിക്കും വഴക്ക് പറയുന്ന രീതിയിലാണ് വിളിച്ചത് എങ്കിൽ പോലും ഇവൻ ഇങ്ങോട്ട് ഫസ്റ്റ് ടൈം വിളിച്ചത് കൊണ്ട് തന്നെ ഇവള് വളരെ സന്തോഷത്തിലാണ്. അപ്പോ ഇവിടെ ഷോയി ഷിയാനോട് ഇന്നലെ ഇവര് രണ്ടുപേരും ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോയിട്ട് ഷോയി മാത്രമാണല്ലോ ഫുഡ് കഴിച്ചത്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ന് ഫുഡൊന്നും കഴിക്കണ്ട, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കഴിക്കാം എന്ന് പറയുമ്പോൾ അവൻ ഓക്കെ പറയുന്നു. അതിനുശേഷം ഇപ്പോ ഷിയു ആണെങ്കിൽ അവള് തയ്യാറാക്കിയ ഒരു വർക്ക് ചീഫിനെ കൊണ്ടുവന്ന് കാണിക്കുന്നു. ആ ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യണം എന്ന രീതിയിൽ അതിലാണെങ്കിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്, അത്ര ബെറ്റർ ഒന്നും അല്ല, പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ചീഫ് ഇവളോട്
ഇത് നീ ഒന്നും കൂടിയൊക്കെ പോളിഷ് ചെയ്യണം, തൽക്കാലം നമുക്കിത് പബ്ലിഷ് ചെയ്യാനുള്ള വകുപ്പൊന്നും ഇല്ല എന്ന് പറയുമ്പോ ഇവള് ഷോയി മുന്നേ തന്നെ ഇവളോട് പറഞ്ഞിരുന്നല്ലോ, നമ്മൾ നമ്മളുടേതായ അഭിപ്രായങ്ങളാണ് എഴുതേണ്ടത്, മറ്റുള്ളവരുടെ ഒപ്പീനിയൻസ് കേൾക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന്. സോ അവള് പറഞ്ഞ ആ ഡയലോഗുകളെല്ലാം തന്നെ ഇപ്പോ ചീഫിന്റെ മുന്നിൽ ഇവളെ യൂസ് ചെയ്യാണ്. നീയും കൊള്ളാം, നിന്റെ ലീഡറും കൊള്ളാം, മര്യാദയ്ക്ക് പോയി ലീഡറെ വിളിച്ചോണ്ട് വരാനായിട്ട് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോ ആ കാര്യങ്ങളൊക്കെ തന്നെ ഷോയി ഇപ്പോ ഷിയാനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ വർക്കും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് ഇത് എനിക്ക് തന്നെ മെനയാവുന്ന ഞാൻ വിചാരിച്ചില്ല. ആ പെങ്കൊച്ചിനെ കൊണ്ട് വല്ലാത്ത തലവേദന തന്നെ. അതിപ്പോ എനിക്ക് മാത്രമല്ല ചീഫിന് വരെ തലവേദനയാണെന്ന് കേട്ടത് എന്ന് പറയുമ്പോ ഷിയാന്റെ ഇന്ത്യൻ ആള് കൊള്ളാലോ എന്ന് ചോദിക്കുന്നു. അവനറിയാം അത് അവന്റെ അനന്തരവള് തന്നെയാണ് എന്ന്. പക്ഷെ ഷോയ്ക്ക് അത് പിടിക്കുന്നില്ല. ഓൾറെഡി തന്നെ ഇവന് അവളോട് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നാണല്ലോ ഇവളുടെ മനസ്സിൽ കിടക്കുന്നത്. എന്നെ പോലെ ഇയാൾ ഇത്രയും നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട് ഇവനോട് അവൾക്ക് ഇപ്പോ നല്ല പ്രോഗ്രസ് ഉണ്ട്, അതിന് കാരണം അവള് പ്രൊഫസർ യുവിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പുള്ളിക്കാരന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ആരാ നന്നാവാത്തത്, ഞാൻ ഒറ്റ തവണ കേട്ടിട്ടേ ഉള്ളൂ, പക്ഷെ എന്ത് അടിപൊളി ക്ലാസ്സാ, പുള്ളിക്കാരൻ നല്ല ഹാൻഡ്സം ആണ്, അതുപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്, നിങ്ങളെക്കാൾ 3 വയസ്സ് മൂപ്പുണ്ട്, എങ്കിൽ പോലും നിങ്ങളെക്കാൾ ഇളയതാണെന്നല്ലേ പറയത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരന്റെ ഡിഗ്രിയെ പറ്റിയും കരിയർ പെർഫോമൻസിനെ പറ്റിയും അതുപോലെ തന്നെ നേടിയ അംഗീകാരങ്ങളെ പറ്റിയും ഒക്കെ തന്നെ വളരെ പുകഴ്ത്തി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മനഃപൂർവ്വം തന്നെ ഇവനെ അസൂയ കയറ്റാനായിട്ട്. സോ ഷിയാന അതൊന്നും തീരെ പിടിക്കുന്നില്ല, നല്ല അസൂയ കയറുന്നു. അതുകൊണ്ട് തന്നെ ഇവൻ വണ്ടി തിരിച്ച് മറ്റൊരു വഴിയിലേക്ക് തിരിക്കുന്നു. സോ ഇവളത് കണ്ട് അല്ല നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ ഇവൻ ഇല്ല, നിനക്ക് ഞാൻ മറ്റു ചില കാര്യങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഇവൻ നേരെ ഇവളെയും കൂട്ടി ഇവന്റെ വീട്ടിലേക്കാണ് വരുന്നത്. എന്നിട്ട് ഷിയാൻ നേടിയിട്ടുള്ള അംഗീകാരങ്ങളെല്ലാം തന്നെ ഇവളെ കാണിക്കുന്നു. അവന്റെ സർട്ടിഫിക്കറ്റ്സ്, മെഡൽസ്, മൊമെന്റം ഒക്കെ തന്നെ ഒരു ലോഡ് അംഗീകാരങ്ങളുണ്ട്. ഇതൊക്കെ കാണിച്ചിട്ട് ഇതിൽ ആരാണ് ഇപ്പൊ മികച്ചതെന്ന് പറ എന്ന രീതിയിലാണ് ഷിയാൻ ഇവളെ ഇതെല്ലാം കാണിക്കുന്നത്. വർഷങ്ങളായിട്ട് ഇവൻ തന്നെയാണ് പല കാര്യങ്ങളിലും ചാമ്പ്യൻ ആയിട്ടുള്ളത്. അപ്പോ ഒരു വർഷത്തെ മെഡൽ ഇവന്റെ കയ്യിലില്ല. സോ അത് കണ്ട് ഇവള് ആ വർഷം എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോ ആ ഒരു വർഷമാണ് ഇവൻ ഇവന്റെ കമ്പനി സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ മറ്റു കാര്യങ്ങളിലൊന്നും ഫോക്കസ് ചെയ്യാൻ സാധിച്ചില്ല, സമയവും കിട്ടിയില്ല എന്ന് പറയുമ്പോ ഷൂയി അല്ല നിങ്ങളുടെ ഫാമിലി ബിസിനസ് വിടണം എന്ന് തോന്നിയ സാഹചര്യം എന്താണ് എന്ന് ചോദിക്കുമ്പോ ഷിയാൻ ആ ഒരു കാര്യം ഇവളോട് പറയുന്നു. കോളേജ് കഴിഞ്ഞപ്പോ ഒരു നല്ല ജോലി കണ്ടെത്തണം എന്നുള്ളത് എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ എന്റെ അച്ഛന്റെ ആഗ്രഹപ്രകാരം എന്റെ അച്ഛന്റെ കമ്പനിയിൽ തന്നെ എനിക്ക് നിൽക്കേണ്ടി വന്നു. പക്ഷെ അപ്പോഴൊക്കെ അവിടെ ഒരുപാട് എംപ്ലോയീസ് ആവശ്യത്തിനും ആവശ്യത്തിലധികം ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ മക്കളും ഗ്രാജുവേറ്റ് ആയിട്ട് നമ്മുടെ കമ്പനിയിൽ തന്നെ കയറാനാണ് ആഗ്രഹിച്ചത്. പക്ഷെ അതിനു വേണ്ടിയിട്ടുള്ള പുരോഗതിയൊന്നും നമ്മുടെ കമ്പനിയിൽ ഉണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് മിങ്ങിയുടെ ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ മുന്നോട്ട് വെച്ചതാണ്. പക്ഷെ എന്റെ അഭിപ്രായം പറഞ്ഞപ്പോ ആ ഒരു കമ്പനി എന്റെ അച്ഛന്റെയും അച്ഛന്റെ ഫ്രണ്ട്സിന്റെയും വർഷങ്ങളായിട്ട് നീണ്ടുനിന്ന പോരാട്ടത്തിന്റെ ഫലമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഞാൻ പറയുന്നത് കേട്ട് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല. എനിക്കും പിന്നെ അവിടെ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്നേക്കാൾ ആ കമ്പനി നോക്കി നടത്താൻ ഏറ്റവും അനുയോജ്യം എന്റെ ബ്രദർ ഇൻ ലോ ആണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ആ കമ്പനി പുള്ളിക്കാരനെ വിട്ടുകൊടുത്തിട്ട് സ്വന്തമായിട്ട് എന്റെ ആഗ്രഹത്തിനും താല്പര്യത്തിനും അനുസരിച്ച് ഒരു കമ്പനി തുടങ്ങിയത്. പക്ഷെ പുള്ളിക്ക് കൊടുത്തു എന്ന് കരുതി പുള്ളിയുടെ ഒരുപാട് പ്രയത്നം ഇന്ന് കാണുന്ന മിങ്ങുവിനുണ്ട്. എന്റെ സ്വപ്നം എന്ന് പറയുന്നത് എന്റെ സഹായം വേണ്ട ഒരുപാട് പുതിയ ആളുകൾ ബിസിനസ് രംഗത്ത് എത്തുന്നുണ്ട്, എനിക്ക് അവരെ മുന്നോട്ട് കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ ഷൂയും ഇവന്റെ ആ ഒരു തീരുമാനത്തോടും അന്ന് ഇവൻ കാണിച്ച ആ ഒരു ധൈര്യത്തിനെയൊക്കെ അപ്രിഷിയേറ്റ് ചെയ്ത് അനുകൂലിച്ച് സംസാരിക്കുന്നു. ഇത്രയും ഗോസിപ്പുകളും പ്രതികൂല സാഹചര്യങ്ങളൊക്കെ പുറത്ത് നടക്കുന്നുണ്ടായിരുന്നിട്ടും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിലാണ് നോക്കുന്നത്, നിങ്ങളുടെ കമ്പനി നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും എന്ന് പറയുമ്പോൾ ഇവനും ശരിക്കും ആണോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവളും അതെ എന്ന് പറയുമ്പോ ഇവൻ ഇവളുടെ അടുത്തേക്ക് വന്ന് അപ്പൊ എനിക്കുള്ള റിവാർഡ് എന്താണ് എന്ന് ചോദിക്കുമ്പോ ഇവളെ കുറച്ച് സമയം ഒന്ന് ആലോചിച്ചിട്ട് ഇവനെ കിസ് ചെയ്യുന്നു. അപ്പോ ഷിയാനും ഇവളെ കിസ് ചെയ്യാനായിട്ട് വരുന്നു. പക്ഷേ അപ്പൊ ഇവനൊരു കോള് വരുന്നു. വിളിക്കുന്നത് അസിസ്റ്റന്റ് ആണ്. സർ നിങ്ങളുടെ ബിസിനസ് ട്രിപ്പിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി എന്ന് പറയാനാണ് വിളിക്കുന്നത്. പക്ഷെ പറയാൻ പറ്റിയ സമയം. അതുകൊണ്ട് തന്നെ ഷിയാന് നല്ല ദേഷ്യം വന്ന് ഇതുപോലുള്ള നിസ്സാര കാര്യങ്ങൾ പറയാൻ വേണ്ടി എന്നെ ഇനി മേലെ വിളിച്ച് ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു. അയ്യോ താൻ എന്താ ഈ ചെയ്തത് എന്ന കാര്യം ഓർമ്മ വരുന്നതും ഇവൾ അതിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നതും. അപ്പോ ഷിയാൻ ഇവളോട് കുറച്ച് ദിവസത്തിനുള്ളിൽ ഞാനൊരു ബിസിനസ് ട്രിപ്പ് പോവാണ്, നീയും എന്റെ കൂടെ വരാനായിട്ട് പറഞ്ഞു വിളിക്കുമ്പോ ഇവള് ഇല്ല എനിക്ക് എന്റെ ഷെഡ്യൂളൊക്കെ ഒന്ന് പരിശോധിക്കണം, എനിക്കും ചിലപ്പോ ഒരു യാത്ര വരുന്നുണ്ട് എന്ന് പറയുമ്പോ ഇവൻ വീണ്ടും ഇവളെ കിസ് ചെയ്യാനായിട്ട് വരുന്നു. പക്ഷെ ഇവള് അത് ഞാൻ വീട്ടിൽ പോയി പരിശോധിച്ചിട്ട് പെട്ടെന്ന് തന്നെ പറയാം എന്ന് പറഞ്ഞ് ടെൻഷനായിട്ട് അവളെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു. അങ്ങനെ അതിനുശേഷം നമ്മൾ കാണുന്നത് ഇപ്പോ ഷിയാൻ ആ ഒരു ട്രിപ്പിന് പോവാനായിട്ട് എയർപോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷെ അപ്പൊ തന്നെ ഇവൻ അവിടെ വെച്ച് ഷൂയെ കാണുന്നു. അതുകൊണ്ട് തന്നെ ഇവൻ അസിസ്റ്റന്റിനോട് തിരിച്ചു പൊക്കോളാനായിട്ട് പറയുന്നു. സോ അവന് മനസ്സിലാവുന്നു എന്തിനാണ് ഇപ്പോ ഷിയാൻ ഇങ്ങനെ പറയുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ സർ നമ്മുടെ ഡ്രൈവർ ഓൾറെഡി തന്നെ അവിടെ എത്തിയിട്ടുണ്ട്, ഞാൻ വിളിച്ചു നിങ്ങളെ പിക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞേക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. ഉടനെ തന്നെ ഷിയാൻ നേരെ ഷൂയുടെ അടുത്തേക്ക് വന്ന് അവളുടെ പെട്ടിയും വാങ്ങിച്ചുകൊണ്ട് ഇവളെയും വിളിച്ചുകൊണ്ട് പോകുന്നു. കാരണം ഇവര് രണ്ടുപേരും ഒരു സ്ഥലത്തേക്കാണ് ഇപ്പൊ പോവാനായിട്ട് പോകുന്നത്. ഷൂയിക്കും ഇവര് ഒരുമിച്ച് ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് എന്നറിഞ്ഞ് ഒരുപാട് സന്തോഷമാവുന്നു. സോ ഇവര് രണ്ടുപേരും ആ ഒരു സിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഷിയാന്റെ ഡ്രൈവർ ഇവരെ രണ്ടുപേരെയും ഇപ്പൊ പിക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഇവളെ റുവോ വിളിച്ചിട്ട്
എടി നീ എവിടെയാ, ഫോൺ വിളിച്ചിട്ട് എന്താ എടുക്കാത്തത് എന്ന് ചോദിക്കുമ്പോ ഇവളെ ഞാനൊരു ബിസിനസ് ട്രിപ്പിലാണ്, ഷിയാനോടൊപ്പമാണ് എന്ന് പറയുമ്പോ എന്റെ മോളെ അടിപൊളി, എൻജോയ് ചെയ്യുന്നതൊക്കെ കൊള്ളാം, പക്ഷെ രണ്ടുപേരായിട്ട് പോകുന്നത് 3 പേരായിട്ട് തിരിച്ചു വരാതെ നോക്കണം എന്ന് റുവ പറയുമ്പോ ഇവള് പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്തു. അടുത്ത് ഷിയാൻ ഉണ്ടല്ലോ. അപ്പോഴേക്കും ഷിയാനെ യു വിളിച്ചിട്ട് ഇവൻ പോകുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇമെയിൽ ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോ ഷിയാനും ഓക്കെ പറയുന്നു. എന്നിട്ട് ഇവൻ എന്റെ കൂടെ തന്നെ ഷൂയും ഉണ്ട് എന്ന് എടുത്തു പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത്. അപ്പോ യുവും ചിന്തിക്കുന്നുണ്ട് ഇവളിപ്പോ എന്തിനാ ഷിയാന്റെ കൂടെ പോയത് എന്ന്. സോ ഷിയാൻ ഇങ്ങനെ പറയുന്നത് കേട്ടത് കൊണ്ട് തന്നെ അല്ല ആരാ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോ നീ എപ്പോഴും പറയുന്ന നിന്റെ ബ്രില്യന്റ് ആയിട്ടുള്ള പ്രൊഫസർ യു ആണ് എന്ന് പറയുന്നു. സത്യത്തില് ഇവര് രണ്ടുപേരും ഇപ്പോ ഷെൻലാൻ കമ്പനിയുടെ സിഒയെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഷിയാൻ ഷെൻലാൻ കമ്പനിയുടെ സിഒ ആയിട്ട് ആ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനും ഷോയി ആ ഒരു ഷെൻലാൻ കമ്പനിയുടെ ആളെ ഇന്റർവ്യൂ ചെയ്യാനായിട്ടാണ് പോകുന്നത്. അങ്ങനെ അതിനുശേഷം ഷിയാൻ ഇപ്പോ അവൻ താമസിക്കുന്ന ആ ഒരു ഹോട്ടലിലേക്ക് എത്തുന്നു. അപ്പോ ഷോയി മറ്റൊരു ഹോട്ടലിലാണ് റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. സോ ഇവള് ഡ്രൈവറോട് തന്നെ അവിടെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് പറയുമ്പോൾ ഷിയാൻ ഇവളോട് കാറിൽ നിന്ന് ഇറങ്ങാനായിട്ട് പറയുന്നു. അപ്പൊ ഇവള് വിചാരിക്കുന്നത് ഇനി അത് ഇവന്റെ പേഴ്സണൽ ഡ്രൈവർ ആണല്ലോ, സോ അതുകൊണ്ട് തന്നെ ഇവള് വിളിച്ചോണ്ട് പോകുന്നത് ഇഷ്ടമല്ലാഞ്ഞിട്ടാവും എന്നാണ്. അതുകൊണ്ട് തന്നെ ഇവള് ഇറങ്ങിയിട്ട് പെട്ടെന്ന് മറ്റൊരു ടാക്സി ബുക്ക് ചെയ്യാനായിട്ട് ഒരുങ്ങുമ്പോൾ ഷിയാൻ നീ വേറെ വണ്ടിയൊന്നും ബുക്ക് ചെയ്യണ്ട, ഇത് തന്നെയാ നീയും സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹോട്ടൽ, ഷെൻലാൻ കമ്പനി ഇവിടെ നിന്ന് അടുത്ത് തന്നെയാ, ഇതാണ് നമുക്ക് കൂടുതൽ എളുപ്പം, നീ എന്നോടൊപ്പമാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ഇവൾ അത് കേട്ട് ഷോക്ക് ആവുന്നു. നിങ്ങളോടൊപ്പോ എന്ന് ചോദിക്കുമ്പോൾ ഷിയാ അതെ, എന്താ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, നിനക്ക് താല്പര്യമില്ലേ എന്ന് ചോദിച്ചിട്ട് അവൻ അകത്തേക്ക് പോകുന്നു. പക്ഷെ ഇവള് നല്ല കൺഫ്യൂഷൻ ആവുകയാണ്. അതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.